അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടിൽ നിന്ന് സർക്കാർ ഫണ്ട് പിൻവലിച്ചതിനെ ചൊല്ലി നഗരസഭാ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം. പദ്ധതിക്കായി 69 ലക്ഷം അനുവദിച്ചിൽ നിന്ന് 16 ലക്ഷം സർക്കാർ തിരിച്ചെടുത്തിരുന്നു. യോഗത്തിൽ രണ്ടാമത്തെ അജണ്ടയായാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി വന്നത്. എന്നാൽ പദ്ധതി ഏതൊക്കെ വാർഡിലാണ് നടന്നതെന്ന ചോദ്യത്തിന് 2 വാർഡുകളിൽ ആണെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരും നൽകിയത്. തുടർന്ന് നടന്ന ഫയൽ പരിശോധനയിലാണ് ഫണ്ട് അനുവദിച്ചതിൽ നിന്ന് 16 ലക്ഷം തിരിച്ചുപിടിച്ചതായി കണ്ടെത്തിയത്. കൃത്യമായ മേൽനോട്ടമില്ലാത്ത പണം പിൻവലിക്കാൻ കാരണമായതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിനെതിരെ ഭരണപക്ഷവും രംഗത്ത് വന്നതോടെ കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. ഫണ്ട് തന്ന സർക്കാർ തന്നെ മണിക്കൂറുകൾ വെച്ച് പിൻവലിച്ചതാണെന്ന് ഭരണപക്ഷവും തിരിച്ചടിച്ചു. ഇത്തരം സംഭവം ഇനി ഉണ്ടാവരുതെന്നും ഓഡിറ്റിംഗിന് വരുമ്പോൾ ബന്ധപ്പെട്ട കൗൺസിലിനെ കൂടി അറിയിക്കണമെന്ന് ചെയർമാൻ പറഞ്ഞതോടെ ബഹളം അവസാനിക്കുകയായിരുന്നു. മണ്ണൂർ ക്ഷേത്രകുളം നവീകരണ സ്ഥലം കേസിൽ നിലനിൽക്കുന്നതിനാൽ പദ്ധതിക്കായി അനുവദിച്ച ഫണ്ട് പൊടിയാട് ക്ഷേത്രകുളം നവീകരണത്തിന് നൽകാനും യോഗം തീരുമാനിച്ചു. നഗരസഭാ തെരുവിളക്ക് അറ്റകുറ്റപ്പണി ഇനി മുതൽ 1 വർഷത്തേക്ക് ടെൻഡർ നൽകാനും യോഗത്തിൽ തീരുമാനമായി. ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷനായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷരായ PK സക്കീർ ഹുസൈൻ, മറിയമ്മ ഷെരീഫ്, CP ഐഷാബി, PK അബ്ദുൾ ഹക്കീം, പരി അബ്ദുൾ ഹമീദ്, പ്രതിപക്ഷ നേതാവ് ഓസാദേവൻ, CH നൌഷാദ്, KP ഷെരീഫ്, PSA ഷബീർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. NIPMS Academy, Nisar Hospital, Valancheri. For admission 9957 08048.